പിന്നെ സെക്യൂർ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ ഗൾഫിൻ്റെ പൗഡർ, ഗൾഫിൻ്റെ അത്തർ, അതേമാതിരി ഗൾഫിൻ്റെ തുണി, കുപ്പായം, അങ്ങനെ അതൊക്കെ നമുക്കൊരു കൗതുകമായിരുന്നു. എന്ന് മുതലാണ് ഈ ഗൾഫിൽ ഇങ്ങനൊരു പിന്നെ ഈ ഗൾഫിൽ നിന്ന് സാധനം കൊണ്ടുവരിക, ഫോറിൻ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലം? അതിനെപ്പറ്റി വല്ല കാര്യമില്ല. എനിക്ക് അതിനെക്കുറിച്ച് എക്സാക്റ്റ് അറിയില്ല. എന്നാലും ഞാൻ ഈ ഗൾഫ് മതി ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് 3 വയസ്സായപ്പോഴാണ് എൻ്റെ വാപ്പ ഗൾഫിൽ പോകണം. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1987. അപ്പോൾ 3 ഏകദേശം 1990 വാപ്പ ഗൾഫിലാണ്. പിന്നെ 92 വാപ്പ തിരിച്ചു വരികയാണ്. അപ്പോൾ വാപ്പ കൊണ്ടുവരുന്ന ഫോറിൻ സാധനങ്ങൾ, സ്പ്രേ, അതുപോലെ തന്നെ എമർജൻസി, ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ടല്ലോ. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ഗൾഫിനെ കുറിച്ചാണ് സത്യത്തിൽ അറിയണത്. ഞാൻ സുപ്രഭാതത്തിൽ ഉറങ്ങി എണീറ്റപ്പോഴും വാപ്പ വന്നിട്ടുണ്ട്. വാപ്പ വന്ന് കസാലയിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഇയാളറിയോന്ന് എന്നോട് ചോദിക്കണം. അപ്പം എനിക്കറിയില്ല, കാരണം വെച്ചാൽ വാപ്പ ഞാൻ 3 വയസ്സായപ്പോൾ പോയതല്ലേ. പിന്നെ വാപ്പ തിരിച്ചു വരുമ്പോൾ തടിച്ച് സുന്ദരനായി വരുന്നൊരവസ്ഥയിലാണ്. അങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാനും എന്ത് ചെയ്യാണ്, പിന്നെ MBA ഒക്കെ കഴിഞ്ഞതിന് ശേഷം പല ജോലികളും അന്വേഷിച്ചിട്ട് കുറേയൊക്കെ നാട്ടിൽ ജോലി ചെയ്തു. പിന്നെ ഗൾഫിലേക്ക് എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് യാത്ര പോകണം. 2017 ഞാൻ ഗൾഫിലെത്തുന്നത്. അപ്പോഴേ പോയിട്ടുണ്ടോ? അങ്ങനെ അത്രത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. 2019 ഞാനിങ്ങനെ കടയിൽ സൗദിയിലെ അൽജോഫിൽ ജോർദാൻ ബോർഡർ ഒരു വയസ്സായ കിളവനാണ് വന്നിട്ട് കടയിൽ. അറബി നാട്ടുകാർ, ഏകദേശം 95 വയസ്സിന് മുകളിൽ കാണും. അപ്പൊ അയാൾ വിവരിക്കുന്ന കുറെ അനുഭവങ്ങളുണ്ട്. അപ്പോ അയാൾ പറയുന്നത് സൗദിയിൽ പഴയ അവസ്ഥ അതേപോലെ ഒരു അവസ്ഥയല്ല. അന്ന് അയാളൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ 10, 12, 13, 14, 15 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ഒട്ടകപ്പുറത്തൊക്കെ മരുഭൂമിയിൽ പോവും. ആ ഒട്ടകത്തിന്റെ പാല് കറന്ന് കുടിക്കും. വളരെ ദരിദ്രമായ പഴയ അറബി കൾച്ചർ അതില് അപ്പൊ മാറിയിട്ട് അതിന് മാറ്റം വന്നത് 937 പെട്രോള് കണ്ടുപിടിക്കുന്നത് സൗദിയില് ദമാം 7 എന്ന ദമാമിലാണ് ആദ്യമായിട്ട് പെട്രോൾ കണ്ടെത്തുന്നത്. പക്ഷെ ആ പെട്രോൾ കണ്ടെത്തിയ ഉടനെ ഒന്നും സൗദി എന്ത് ചെയ്തിട്ടില്ല, അത്ര ഫേമസ് ആയില്ല. അതൊരു ഭാഗത്ത് നിന്ന് ഡിക്ക് ചെയ്തു. പിന്നെ അതിന്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാലോ, വേൾഡിൽ എന്ന് വെച്ചാൽ വ്യാപകമായി. 1950 ശേഷമാണ്, ഒരു 50-60 ശേഷമൊക്കെയാണ് സൗദി എന്ത് ചെയ്തത്, ഡെവലപ്പായി വരുന്നത്. ഈ ഒരു ലെവലിലേക്കൊക്കെ സൗദി വരുന്നത് സത്യം പറഞ്ഞാൽ 1970 ശേഷമാണ്. അല്ല, ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് ആളുകൾ സൗദിയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് എന്റെ അജ്ജിന് പോയിട്ടുണ്ടാവും. അതെ, അജ്ജിന് പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നടന്നു പോയിരുന്നു ആളുകൾ, അതുപോലെ പായകപ്പല്ലും പോയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല ആളുകളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ അന്ന് ഇന്ത്യ, നമ്മുടെ നാട്, പിന്നെ ഇസ്ലാമിന്റെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രൗഢമായ, നല്ല എന്താ പറയുക, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാര്യം. അതിന് ശേഷവും നമ്മുടെ നാട് സ്വാതന്ത്ര്യം വന്നതിന് ശേഷവും ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പിന്നെ പോയിട്ട് അവിടെ അവർക്ക്, അതായത് ഇവിടുന്ന് കാശ് കൊണ്ടുപോയിട്ട് സൗദിനെ സമുദ്രിക്കാന്നുള്ള ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അഭിപ്രായത്തിൽ? ഉറപ്പായിട്ടുണ്ടാവില്ലേ. ഇന്ത്യ ഒരു കാലത്ത് വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രികളിൽ കൂടെ കണ്ടുവരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ത്യയെ ബാക്കി വിദേശ ശക്തികളൊക്കെ ആക്രമിക്കാണ്ടായ കാരണം തന്നെ ഇന്ത്യയുടെ സമ്പത്താണ്. അങ്ങനെ തിയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡ്രെയിനേജ് തിയറി. അപ്പൊ ആ ഡ്രെയിനേജ് തിയറിയിലൂടെ പറയുന്നത് വെച്ചാൽ ഇന്ത്യയുടെ സമ്പത്ത് ലൂട്ടിയ കൊള്ളയടിക്കപ്പെട്ടാണ്. ഒരു കാലത്ത് ഇന്ത്യ ഭയങ്കര ഫേമസ് ആയിരുന്നു, എന്താ പറയുക, സുഗന്ധദ്രവ്യങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട്. ആ സുഗന്ധദ്രവ്യങ്ങൾക്ക് യൂറോപ്പിലും ആഫ്രിക്കയിലൊക്കെ ഭയങ്കര ഡിമാൻഡ്. അപ്പൊ അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വിദേശ ശക്തി. ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇവിടുന്ന് പഴയ ആജ്യന്മാരൊക്കെ അവിടെ പോയിട്ട് അവിടെ ദർശനം നടത്തുന്ന പണ്ഡിതന്മാർ ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ പിന്നെ അവിടെ പള്ളി നിർമ്മാണത്തിന് ഇവിടുന്ന് നമ്മളെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഉള്ള ഹാജിമാർ കാശ് കൊടുത്തിട്ട് അവിടെ പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് സത്യമായിരിക്കും. സൗദി അവസ്ഥ നമ്മൾ പറഞ്ഞല്ലേ. പിന്നെ പക്ഷെ 90 ശേഷം സൗദി ആകെ മാറും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ പല പള്ളികളും കയറ്റുന്നത്